നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കെപിസിസിയുടെ നിർണായക നേതൃയോഗങ്ങൾ നാളെ തിരുവനന്തപുരത്ത്. കെപിസിസി ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും യോഗമാണ് ചേരുക. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രചാരണ സമിതിയുടെ ആദ്യ യോഗവും നാളെ ചേരുന്നുണ്ട്. UDF സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. മുസ്ലിം ലീഗുമായി 2 സീറ്റുകൾ വെച്ചുമാറുന്നത് ധാരണയായിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ചർച്ചകൾ തുടരുകയാണ്. 2 ദിവസത്തിനകം സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് UDFന്റെ ശ്രമം. ഹരിമോഹൻ ചേരും വിവരങ്ങൾ നൽകാൻ. ഹരി, അങ്ങനെ ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചിടത്തൊക്കെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റ് പ്രചാരണ തന്ത്രങ്ങളാണ് ഇനി അറിയേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അതിന്റെ യോഗങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത്, അല്ലേ? ശ്രുതി, റീജിത്ത്, തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുക, സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക, അതാണ് ഈ 2 യോഗങ്ങൾ വഴി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിൽ ആദ്യത്തെ യോഗം എന്ന് പറയുന്നത് KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും യോഗമാണ്. അത് നാളെ രാവിലെ തന്നെ നടക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ സമിതിയുടെ ആദ്യ യോഗമാണ് നടക്കുക. അതായത് ഏതൊക്കെ നിലയിലാണ് പ്രചാരണം നടത്തേണ്ടത്, പ്രചാരണ വിഷയങ്ങൾ എങ്ങനെയായിരിക്കണം, ആർക്കൊക്കെ മറ്റു ചുമതലകൾ നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ നാളെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ 2 യോഗങ്ങൾക്കും ശേഷം പ്രചാരണം എങ്ങനെയായിരിക്കണം, തുടർ ചർച്ചകൾ എങ്ങനെയായിരിക്കണം, ഒരുക്കങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ലീഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 സീറ്റുകളുടെ കാര്യത്തിൽ, അതായത് വെച്ചുമാറൽ സീറ്റുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഏതൊക്കെ സീറ്റുകളാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തും. പക്ഷേ ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ തവണ നൽകിയ 10 സീറ്റുകളിൽ 2 കോൺഗ്രസ് വാങ്ങാൻ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 സീറ്റുകളിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ജോസഫ് ഗ്രൂപ്പുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുന്നത്. ആദ്യം 4 സീറ്റുകളായിരുന്നു, അതായത് കോതമംഗലവും ഇടുക്കിയും കുട്ടനാടും ഏറ്റുമാനൂരും അടക്കം 4 സീറ്റുകളായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പിന്നീട് അത് 2 സീറ്റുകളായി ചുരുങ്ങി. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ PJ ജോസഫ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഇടുക്കിയുടെ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. മാത്രമല്ല കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മത്സരിച്ചെങ്കിൽ ഇത്തവണ തങ്ങൾക്ക് അതേ സീറ്റുകൾ തന്നെ, അതായത് 10 സീറ്റുകൾ തന്നെ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം PJ ജോസഫ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ ഏതെങ്കിലും സീറ്റുകൾ വെച്ചുമാറുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ വെച്ചുമാറിക്കൊണ്ട് തന്നെ 10 സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ തർക്കമില്ല എന്നുള്ള നിലപാടിലേക്ക് PJ ജോസഫ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 10 സീറ്റിൽ നിന്ന് ഒരെണ്ണം പോലും കുറയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. കൂടുതൽ തർക്കങ്ങളില്ലാതെ, മറ്റ് അസ്വാരസ്യങ്ങളില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകി.